പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നാടനൊരു മത്തിക്കറി വെച്ചാലോ? എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1.5 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഒരു 10-12 ചെറിയുള്ളി, അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തൊന്ന് മൂപ്പിച്ച് എടുത്തിട്ട് 2 മിനിറ്റ് നേരത്തേക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കണം. ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാനിപ്പോൾ കാശ്മീരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞങ്ങളിവിടെ അധികം എരിവ് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് കൂടുതൽ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് നാടൻ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലെ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് കാണും. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുടംപുളി ഞാൻ ഒരു 1.5 കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് ഈ കുടംപുളിക്ക് നല്ല പുളിയുള്ള കുടംപുളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തത്. പുളി ആവശ്യത്തിന് ഇല്ലാത്ത കുടംപുളിയാണെങ്കിൽ ഒരു 3-4 കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നു. മത്തി ഒരു 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത മത്തിയാണ്. ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു തവി എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് മുങ്ങിക്കിടക്കുന്ന പരുവത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കതിന് മുകളിലേക്ക് 2 കറിവേപ്പില കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കോട്ടയം സ്റ്റൈൽ നാടൻ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറന്നേക്കരുതേ. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടി തന്നേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.